ഞാൻ കാണും സ്വന്ത കണ്ണാൽ എന്നേശുവേ. പൊൻ മുഖത്തിൽ ഞാൻ മുത്തും ആർത്തിയായി എനിക്കായി മുറിഞ്ഞവനെ കാണുമ്പോൾ ഞാൻ കരഞ്ഞിടും. ഈ വാസം തീർന്നു പറന്നു പോകും പ്രാവിനെ പോലെ. ഈ വാസം തീർന്നു പറന്നു പോകും പ്രാവിനെ പോലെ. തിരുമുറിവിൻ മറവിൽ മറഞ്ഞിരിക്കുമ്പോൾ പാപം കാണില്ല, എന്നെ ലോകം കാണില്ല. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് തരുന്ന വചനം സങ്കീർത്തനങ്ങൾ 39 7 വചനമാണ്. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കും എന്നറിയുന്നില്ല. എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, എൻ്റെ പ്രത്യാശ നിന്നിൽ വെച്ചിരിക്കുന്നു. ആമേൻ. ഒരു വ്യക്തതയുമില്ലാത്ത ജീവിതം നയിക്കുന്നവരാണ് ലോകത്തിലുള്ള അധികം ജനവും. അവരുടെ നാളുകളെക്കുറിച്ച് ചോദിച്ചാൽ അവർക്കതിൻ്റെ ഉത്തരങ്ങളില്ല. ഏതൊക്കെയോ ചില ചിന്തകളൊക്കെ മാത്രമേ ഉള്ളൂ. ജീവിക്കണം, മരിക്കണം, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വചനം ഇങ്ങനെ പറയണം, അവരൊക്കെ വെറും നിഴലായിട്ടാണ് നടക്കുന്നത്. അത് നിശ്ചയമാണ്. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, നിശ്ചയമാണ്. അവർ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അവർക്കറിയത്തില്ല. പക്ഷെ അടുത്തൊരു വാക്ക്, എന്നാൽ കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു എന്ന് എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. എന്നാൽ എനിക്ക് വ്യക്തതകളുണ്ട്, എനിക്ക് നിശ്ചയങ്ങളുണ്ട്. എനിക്കറിയാം എൻ്റെ സമ്പത്ത് ആര് അനുഭവിക്കുമെന്ന്. ജീവിതം ഇത്രയും വ്യക്തതയോടെയും കൃത്യതയോടെയും നയിക്കാൻ പറ്റുന്നത് യേശുവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തിക്കാണ്. അവർക്ക് ഇന്നലെ എന്തായിരുന്നെന്നും ഇന്ന് എന്തായിരുന്നെന്നും നാളെ എന്താണെന്നും അവർക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, എന്നാൽ കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു. അപ്പം ഞാൻ എന്തിനാ കാത്തിരിക്കുന്നത്? ഈ ഭൂമിയിൽ വെച്ച് പറയുകയാണെങ്കിൽ പറയും, ഒരു നല്ല നാളുകൾ എനിക്കുണ്ട്, ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭകാലം, ഈ ഭൂമിയിൽ ഒരു നല്ല കാലമുണ്ട്, അതിനായി ഞാൻ കാത്തിരിക്കുകയാണ്. സ്തോത്രം. എന്നാൽ അതിനേക്കാൾ വലിയ കാത്തിരിപ്പുണ്ട് നമുക്ക്. അതേതാ കാത്തിരിപ്പ്? ഒന്ന്, നമ്മുടെ ഏറ്റവും വലിയ കാത്തിരിപ്പാ, നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കാൻ വരും, അത് നമ്മുടെ കാത്തിരിപ്പാ. 2, അവൻ വരുമ്പോൾ നാം അവനോടുകൂടെ എടുക്കപ്പെടും, അത് നമ്മുടെ കാത്തിരിപ്പാ. അവൻ വീണ്ടുമുണ്ട്, നാം തേജസ്കരിക്കപ്പെടും, അത് നമ്മുടെ കാത്തിരിപ്പാ. സ്തോത്രം. നമുക്ക് അവൻ പ്രതിഫലങ്ങൾ തരും, അത് നമ്മുടെ കാത്തിരിപ്പാ. ആമേൻ. നമുക്കവൻ കിരീടങ്ങളെ തരും, അത് നമ്മുടെ കാത്തിരിപ്പാ. അത് കഴിഞ്ഞ് നാം അവനോടുകൂടെ കുറച്ച് സമയം പാർത്തിട്ട് ഇതേ ഭൂമിയിലേക്ക് വന്ന് 1000 ആണ്ട് വാഴ്ച നടത്തും, അത് നമ്മുടെ കാത്തിരിപ്പാ. ഈ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ ശേഷം സ്തോത്രം, പുതിയ ആകാശവും പുതിയ ഭൂമിക്കകത്ത് അന്ന് സ്തോത്രം സമുദ്രമില്ലാത്ത, സാത്താനില്ലാത്ത, മരണമില്ലാത്ത നിത്യമായ ജീവിതം നാം നയിക്കും. അത് മരണമില്ല. അത്രയും വലിയൊരു ജീവിതം നമുക്കുണ്ട്. നാം ഇതിനായിട്ടാണ് കാത്തിരിക്കുന്നത്. ഇതൊക്കെ വെളിപ്പെടുമ്പോഴാണ് നമ്മിൽ വെളിപ്പെടുവാൻ പോകുന്ന തേജസ്. വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. സ്തോത്രം. കാരണം നമുക്ക് ലഭിക്കാനുള്ളതെല്ലാം ഏറ്റവും വലുതാണ്. ഹല്ലേലൂയ. പക്ഷെ അടുത്തൊരു വാക്ക് ഇങ്ങനെ പറയുന്നു, എൻ്റെ പ്രത്യാശ നിന്നിൽ വെച്ചിരിക്കുകയാണ്. ഈ പ്രത്യാശയ്ക്ക് എൻ്റെ തോന്നലല്ല, എൻ്റെ യേശുവ എനിക്ക് തന്ന ഉറപ്പാണ്. അവനാണതിൻ്റെ മാതൃക. മരണം കൊണ്ട് അവസാനിച്ചില്ല. യേശുവിനെ കല്ലറ വെച്ചിട്ട് പുരോഹിതന്മാരും പടയാളികളും
അന്നത്തെ അധികാരികളൊക്കെ എല്ലാം തീർന്നെന്ന് പറഞ്ഞ് പോന്നു. 3-ാം ദിവസം ചാടി എഴുന്നേറ്റ്, മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ഇതേ ഭൂമിയിൽ അവൻ നടന്നു. സ്തോത്രം. അവൻ കയറിപ്പോയി. അവൻ ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുക. സ്തോത്രം. അവൻ ഈ മരിച്ചെന്ന് ഉയർത്തത് പ്രത്യക്ഷമായത് 500-ലധികം ശിഷ്യന്മാർക്കാണ്. ഹല്ലേലൂയ. ആ കർത്താവ് എന്ന പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. അതേ കർത്താവ് വേഗം വരും. നമ്മൾ ഓരോ ദിവസത്തെ പത്രവാർത്തയും രാജ്യങ്ങളുടെ ചലനം കണ്ടാൽ നമുക്കറിയാം, ദൈവമേ എൻ്റെ യേശുപ്പ പെട്ടെന്ന് വരുമല്ലോ, അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ്. അതെ, നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണങ്ങളിലേക്ക് ഉള്ള യാത്രകളൊക്കെയാണിത്. ആമേൻ. പ്രിയ ദൈവമക്കളെ, സന്തോഷിക്കുക. ലോക മനുഷ്യരെ പോലെ അല്ല നിങ്ങൾ. നിങ്ങൾക്ക് എല്ലായിടത്തും പ്രത്യാശയും പ്രതീക്ഷയും സ്വപ്നങ്ങളും ഉണ്ട്. ലോക മനുഷ്യരെ പോലെയല്ല. യെസ്, അങ്ങനെ ദൈവം നമ്മളെ ആക്കിയിരിക്കുകയാണ്. ഇത്ര വലിയ രക്ഷ ദൈവം നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്താണ്. ഇതിനെല്ലാം ഏക കാരണം പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് തന്നു. സ്തോത്രം. ആ തന്ന പുത്രൻ ആരാണെന്ന് പരിശുദ്ധാത്മാ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഈ ത്രിയേക ദൈവമാണ് നമ്മുടെ എല്ലാം. ആമേൻ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവെ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല പ്രത്യാശയുടെ വചനത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങളുടെ പ്രത്യാശ അങ്ങാണ് കർത്താവെ. യേശുവെ, അങ്ങ് ഞങ്ങളുടെ രക്ഷകനായി കർത്താവെ. യേശുവെ, ക്രൂശിലെ സ്നേഹത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി കർത്താവെ ഞങ്ങളുടെ പ്രത്യാശയിലേക്ക് നയിച്ചതിന് സ്തോത്രം ചെയ്യുന്ന പിതാവെ, ഞങ്ങൾ അങ്ങേക്ക് കാത്തിരിക്കുന്നു കർത്താവെ. കർത്താവെ, ദാഹത്തോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനായി കാത്തിരിക്കുന്നു. അങ്ങേ കാണുവാനായി കാത്തിരിക്കുന്നു. അങ്ങയുടെ തേജസ് അനുഭവിക്കുവാനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവെ, അങ്ങിൽ നിന്നും പ്രതിഫലങ്ങൾ വാങ്ങുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവെ, അങ്ങയോട് ഒപ്പം കർത്താവെ വസിക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവ്, അങ്ങയോട് കൂടെ കർത്താവെ വാഴ്ച ചെയ്യുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആ നിത്യമായ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവെ. ഞങ്ങൾ കർത്താവെ അങ്ങിൽ കാത്തിരുന്ന് അങ്ങിൽ തന്നെ പ്രത്യാശ വെച്ച് കർത്താവെ ധൈര്യപ്പെട്ടിരിക്കുവാൻ പരിശുദ്ധാത്മാവെ ഇന്ന് അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവെ അങ്ങ് പ്രത്യാശയിലേക്ക് നയിക്കണം, ധൈര്യത്തിലേക്കും ഉറപ്പിലേക്ക് നയിക്കണം, രക്ഷയുടെ ഉറപ്പിലേക്ക് കർത്താവെ അതിൻ്റെ നിശ്ചയത്തിലേക്ക് നയിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രത്യാശ കൊണ്ട് നിറഞ്ഞു തുളുമ്പി പോവുക. പ്രൈസ് ലോർഡ്. നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്ന ഏവരോടും പറയുവാൻ നിങ്ങൾ ധൈര്യമുള്ളവരായിരിക്കുക. കർത്താവെ, നിന്റെ മക്കളെ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, ഇത്ര വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ലോക മനുഷ്യരെ പോലെ അല്ലാതാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം അവർക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ യേശു നാമത്തിൽ. ആമേൻ. വചനത്തെ വിശ്വസിക്കുക. സന്തോഷത്തോടെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക. നമ്മുടെ കർത്താവ് വരും. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ജോലിയൊന്നും ചെയ്യാതിരിക്കരുത്. വചനം പറയുന്നു, വയലിൽ ഇരിക്കുന്നവർ, അതിൻ്റെ അർത്ഥം ജോലിയിലാണവർ. തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിൻ്റെ അർത്ഥം ജോലിയിലാണവർ. അതുകൊണ്ട് കർത്താവ് വരുന്നോർത്ത് റൂമിനകത്ത് കയറി കഥ അടച്ചിരിക്കരുത്. നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതരായി അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. സ്തോത്രം. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ ഈ വചനങ്ങൾ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. ശലോം.